ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ ചുമന്ന വെണ്ടത്തൈ നടുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതേ ഞാൻ നട്ടു കൊടുത്തേക്കണ വെണ്ടത്തൈയൊക്കെ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നട്ടു കൊടുത്തിരിക്കുന്ന തക്കാളി നോക്കിക്കേ, അതും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ചീര പാവിയേക്കണതാണ് കേട്ടോ. ഇതൊരു ചെരുവത്തിലാണ് ഞാൻ പാകി കൊടുത്തിരിക്കുന്നത്. തുലാമഴയായതുകൊണ്ട് തന്നെ നമ്മുടെ താഴെയൊക്കെ പാവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ പാവി കൊടുക്കുകയാണെങ്കിൽ മഴ കുത്തി വീഴും, വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വീഴാതെ നമുക്ക് ഈ മഴയത്ത് നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം. മഴ മാറുമ്പോൾ വീണ്ടും ഇതുപോലെ വീഴത്തേക്ക് തന്നെ മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നശിച്ചു പോവാതിരിക്കും. അപ്പോൾ അത് ഇതുപോലെ പാവാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ വെണ്ടത്തൈക്ക് അതുപോലെ ഈ തക്കാളിത്തേക്കൊക്കെ ഒരു വളം ചെയ്ത് കൊടുക്കേണ്ട സമയമായിട്ടോ. അപ്പോൾ അങ്ങനൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളം കപ്പലണ്ടി കൊപ്രയാണ് കേട്ടോ. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം ഈ സാധനം ഉറുമ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലായെങ്കിൽ നമുക്ക് ഈ സാധനം കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് പുളിപ്പിച്ച് ഒഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് നമുക്കതിന് പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് അല്പം കുമ്മായ മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഉറുമ്പ് കൊണ്ടുപോവുകയില്ല കേട്ടോ. അപ്പോൾ അതേ അതുപോലെ ഞാൻ പൊടിച്ചെടുത്തേക്കുന്നതാണിത്. ഇതിനകത്തേക്ക് നമുക്ക് കുമ്മായ മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ വെണ്ടത്തൈയുടെ ചുവട്ടിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ എല്ലാ വെണ്ടത്തൈയുടെയും ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നട്ടിരിക്കുന്ന തക്കാളി തൈക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിത്തേക്കും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിത്തേക്കൊക്കെ ഇത് വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂമ്പ് ഒന്ന് കിള്ളിക്കളയാം കേട്ടോ. ഈ പരുവത്തിൽ ഇത്രയും വളർച്ച വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂമ്പ് കിള്ളിക്കളയുകയാണെങ്കിൽ നന്നായിട്ട് ശിഖരങ്ങൾ പൊട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിന് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്ന വെണ്ടത്തൈക്ക് ഇപ്പോൾ വളമൊക്കെ ഒന്ന് മൂടി പാമ്പാകത്തിന് എല്ലാ വെണ്ടത്തൈക്കും ഒന്ന് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ വെണ്ടത്തൈക്കൊക്കെ മണ്ണിട്ട് ഇനി നമുക്ക് തക്കാളി തൈക്കും ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഞാൻ നട്ടു കൊടുത്തിരിക്കുന്ന പച്ചമുളക് തൈ കണ്ടോ. അപ്പോൾ ഈ മുളക് തൈമയൊക്കെ നല്ല രീതിയിൽ തന്നെ മുളകുണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനും കുറേശ്ശെ വളം ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഞാൻ നട്ടു കൊടുത്തൊരു വെള്ളക്കാന്താരി മുളക് തൈയാണ്. ഇതിനിപ്പോൾ വെള്ളീച്ച ശല്യം വന്നപ്പോൾ ഞാൻ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. അത് ഇച്ചിരി ഡോസ് കൂടിപ്പോയത് കൊണ്ട് ആ മുളക് തൈ തന്നെ നശിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മരുന്നൊക്കെ വളരെ നേർപ്പിച്ച് ഡോസ് കുറഞ്ഞ രീതിയിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ മുളക് തൈ തന്നെ നശിച്ചു പോകും. അതുപോലെ തന്നെ ഇത് താഴെ ഞാൻ നട്ടു കൊടുത്തേക്കുന്നത് കേട്ടോ മുളക് തൈ, വെണ്ടത്തൈ, വഴുതനത്തൈ, അവയ്ക്ക് കൂടി അല്പം വളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കടലക്കൊപ്രയൊക്കെ ഒന്നാന്തരം ഒരു വളമാണ് കേട്ടോ. ഇതുപോലെ പൊടിച്ചോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചോ ഒഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ഗ്രോത്ത് തന്നെ നമ്മുടെ ചെടിക്കും അതുപോലെ തന്നെ നല്ല വിളവ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്